അടുത്ത് വയനാട്ടിൽ നിന്നൊരു രോഗി കാണിക്കാനെത്തി. ഡോക്ടറെ, കഴിഞ്ഞ 2 മാസമായിട്ട് വിട്ടുമാറാത്ത അലർജിയും തുമ്മലും ചുമയും, എന്ത് ചെയ്തിട്ടും മാറുന്നില്ല, മരുന്നുകൾ കഴിക്കുന്നുണ്ട്, യാതൊരു വ്യത്യാസവുമില്ല. അലർജി ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വീട്ടിൽ പരിശോധിച്ച് നോക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. യാതൊരു മാറ്റവുമില്ല. അപ്പോഴാണ് വിറകടുപ്പ് കത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഞാൻ ചോദിച്ചു നോക്കിയത്. ഈ സ്ത്രീ പറഞ്ഞത്, ഡോക്ടറെ, ഗ്യാസിന് ക്ഷാമം വന്നു, വില കൂടാൻ തുടങ്ങി, വയനാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ വിറകുമുണ്ട്, അതുകൊണ്ട് ഈ ഒരു പ്രശ്നം തുടങ്ങിയ പിന്നെ ഞാൻ വിറകടുപ്പാണ് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് അലർജി ആ സ്ത്രീയിൽ ഉണ്ടാക്കാനുള്ള കാരണം. ഞാൻ ഡോക്ടർ പ്രബിത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ജൂൺ 21 മുതൽ 27 വരെയുള്ള ദിവസങ്ങൾ വേൾഡ് അലർജി അവയർനെസ് വീക്ക് ആയിട്ടാണ് കാണുന്നത്. അലർജി എന്തുകൊണ്ടുണ്ടാവുന്നു, അലർജി കാരണം വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ അലർജി രോഗത്തെ നമുക്ക് ഒരു പരിധി വരെ എങ്ങനെയൊക്കെ തടയാം, എങ്ങനെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അലർജിക് റൈനൈറ്റിസ് അഥവാ മൂക്കിലെ അലർജിയുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതിൽ 5 എണ്ണം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. പലരും കരുതുന്നത് അലർജി ഒരു സാധാരണ ജലദോഷം മാത്രമാണെന്നാണ്. എന്നാൽ അലർജി ഒരു സാധാരണ കോമൺ കോൾഡ് അല്ല. കോമൺ കോൾഡ് എന്ന് പറയുന്നത് ഒരു വൈറസ് ഉണ്ടാക്കുന്നതാണ്. എന്നാൽ അലർജി എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ഹാംലെസ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ചിലപ്പോഴൊക്കെ അത് പൊടിപടലങ്ങളിലുള്ള ഹൗസ് ഡസ്റ്റുമായിട്ടാവാം, ചില പൂപ്പലുകളാവാം, നമ്മുടെ അരുമ മൃഗങ്ങളിലുള്ള ആനിമൽ ഡാൻഡ്രഫ്, ഇതൊക്കെയാണ് അലർജിയുടെ ട്രിഗേഴ്സ്. നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് യാതൊരു കുഴപ്പവും ഉണ്ടാക്കുന്നില്ല. എന്നാൽ ചിലർക്ക് മാത്രം മൂക്കിൽ നിന്ന് വെള്ളം പോലെ ഒലിക്കുക, തുമ്മൽ വരിക, കണ്ണിലും ചെവിയിലും ഒക്കെ ചൊറിച്ചിലുണ്ടാക്കുക, ഇത്തരം പ്രശ്നങ്ങളാണ് ഈ അലർജിക് റൈനൈറ്റിസ് അഥവാ മൂക്കിലെ അലർജി ഉണ്ടാക്കുന്നത്. പിന്നുള്ളത് ഈ വൈറസ് മൂലമുണ്ടാകുന്ന കോമൺ കോൾഡ് അഥവാ ജലദോഷം മറ്റുള്ളവരിലേക്ക് പകരാം. 2-3 ദിവസം കൊണ്ട് ഇത് മാറിക്കിട്ടുകയും ചെയ്യും. എന്നാൽ മൂക്കിലെ അലർജി നമ്മൾ ചികിത്സ എടുക്കാതെ നിന്നാൽ ഒരുപാട് മാസങ്ങൾ വരെ നീണ്ടു നിൽക്കാം. ഇനി രണ്ടാമത്തെ തെറ്റിദ്ധാരണ, ഇതൊരു മൂക്കിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ്. തീർച്ചയായിട്ടുമല്ല. മൂക്കിലെ അലർജി ഉള്ളവർക്ക് കണ്ണിൽ ചൊറിച്ചിൽ വരാം, ചെവിയുടെ ഉള്ളിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം, തൊണ്ടയുടെ പിന്നിൽ ചൊറിച്ചിൽ വരാം. ഇത് മാത്രമല്ല, എപ്പോഴും ഇങ്ങനെ അലർജി മാറാതെ നിൽക്കുമ്പോൾ സൈനസിനുള്ളിൽ മാറ്റങ്ങൾ വരാം. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അത് ബാധിക്കാം, ഉറക്കത്തെ ബാധിക്കാം, കുട്ടികളാണെങ്കിൽ പഠനത്തെ പോലും ബാധിക്കാവുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ തെറ്റിദ്ധാരണ. അലർജിക്ക് പ്രോപ്പറായിട്ട് ചികിത്സ എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇത് തന്നെയാണ്. മൂന്നാമത്തത്, അലർജി ഒരു ശല്യം മാത്രമായി നിൽക്കും, ഇതുകൊണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഇതിനും ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെയാണ്. അലർജി ഒരു ശല്യം മാത്രമല്ല. ഈ അലർജിയോടൊപ്പം ഒരുപാട് ആളുകൾക്ക് ശ്വാസകോശത്തിൽ ബ്രോങ്കിയൽ ആസ്മ അഥവാ ആസ്മ എന്ന് സാധാരണയായിട്ട് പറയുന്ന പ്രശ്നമുണ്ടാവാം. അതുപോലെ തന്നെ ഇക്കൂട്ടർക്ക് ചിലപ്പോൾ ഫുഡിനോടുള്ള അലർജി ഉണ്ടാവാം. അതുപോലെ തന്നെ സ്കിൻ ഡിസീസസ്, എക്സിമ പോലത്തെ രോഗങ്ങളും അലർജി ഉള്ളവർക്ക് കൂടെ ഉണ്ടാവാം. അപ്പം അലർജി എന്നുള്ളത് ഒരു ശല്യമായി കരുതേണ്ട ഒന്നല്ല. അതിനോടൊപ്പം വരുന്ന രോഗങ്ങളെയും കൂടി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. പിന്നെയുള്ളൊരു തെറ്റിദ്ധാരണ, അലർജി ഉള്ളവർക്ക് വളരും തോറും ഈ അലർജി കുറഞ്ഞു വരും. ചില ആളുകളിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു പ്രത്യേക സാധനത്തോടുള്ള അലർജി ആണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു പെർഫ്യൂം ഉപയോഗിക്കുന്നുണ്ട്, അതിനോട് അലർജി ഉണ്ട്, ആ പെർഫ്യൂം മാറ്റിക്കഴിഞ്ഞാൽ അലർജി മാറും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പുതിയതായിട്ടൊരു ചെടി നട്ടു, അതിൽ പൂവുണ്ടായി, അതിൻ്റെ പൂമ്പൊടി നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ആ പൂ അവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ അലർജി മാറും. ഇത്തരത്തിലുള്ള അലർജികളല്ലാതെ പൊതുവെ ഈ നെയ്സൽ അലർജീസ് എല്ലാം വളരെ തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. അതിന് നമ്മൾ ശരിയായിട്ടുള്ള ചികിത്സ എടുക്കുകയും വേണം. പിന്നെയുള്ളൊരു തെറ്റിദ്ധാരണ, മരുന്ന് മാത്രമാണ് അലർജിക്കുള്ള ചികിത്സ. തീർച്ചയായിട്ടുമല്ല. അലർജിയുടെ കാരണങ്ങളെ കണ്ടെത്തി അത് ഒഴിവാക്കുക എന്നുള്ളതും അലർജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് വീഡിയോയുടെ അവസാനം കാണാം. പിന്നെയുള്ളത്, അലർജിക്ക് മരുന്നുകൾ മാത്രമല്ല, മൂക്കിലടിക്കുന്ന സ്പ്രേ ഉണ്ട്. അതുപോലെ ആസ്മയുള്ളവർക്ക് വായിലേക്ക് എടുക്കുന്ന ഇൻഹെയിലേഴ്സ് ഉണ്ട്. പിന്നെയുള്ളത് അലർജൻ ഇമ്മ്യൂണോതെറാപ്പി. നമുക്ക് എന്ത് സാധനമാണോ അലർജി ഉണ്ടാക്കുന്നത് അതിനെ ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുക. അത് ചെറിയൊരു ഇഞ്ചക്ഷൻ രൂപത്തിലാവാം, അതല്ലെങ്കിൽ നാവിൻ്റെ അടിയിൽ വെക്കുന്ന മരുന്നുകളായിട്ടും ആവാം. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇനി മരുന്നുകളല്ലാതെ അലർജി ട്രിഗേഴ്സ് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അലർജി ഉണ്ടാക്കുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഹൗസ് ഡസ്റ്റ് മൈറ്റ്. ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റിനെ ഇല്ലാതാക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ബെഡ്ഷീറ്റ്, പില്ലോ കവർ, പുതപ്പൊക്കെ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകി വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കാം.
ചെറിയ കുട്ടികളൊക്കെ സോഫ്റ്റ് ടോയ്സ് ഒരുപാട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ചും ഒരുപാട് കാലം ഉപയോഗിക്കാതെ ഇരുന്നിട്ടുള്ളത് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കുമ്പോൾ വിട്ടുമാറാത്ത തുമ്മലും അസ്വസ്ഥതകളും ഉണ്ടാക്കും. ആ സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഈ സോഫ്റ്റ് ടോയ്സിന് ഒരു പാക്കറ്റിനകത്താക്കി ഫ്രീസറിൽ വെക്കാം. ഒരു 48 മണിക്കൂർ വെച്ച ശേഷം ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ ഈ ഡസ്റ്റ് മൈറ്റിൻ്റെ ലൈവായിട്ടുള്ള ജീവികൾ മാത്രമല്ല, അതിൽ ചത്തുപോയവയും അതിൻ്റെ പ്രോട്ടീൻസും ഒക്കെ നശിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിലുള്ള പൊടിപടലങ്ങൾ ഒഴിവാക്കാനായിട്ട് നിലത്തിടുന്ന മാറ്റ്, അതുപോലെ തന്നെ കാർപ്പറ്റ്, ഇവയെല്ലാം ഡസ്റ്റ് ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അനാവശ്യമായിട്ട് പൊടി പിടിച്ച് കിടക്കാനുള്ള ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ് ഇവയൊക്കെ ബെഡ്റൂമിൽ നിന്ന് മാറ്റുകയും ചെയ്യാം. പിന്നെയുള്ളത് അനിമൽ ഡാൻഡർ, നമ്മുടെ അരുമ മൃഗങ്ങളിൽ നിന്നുള്ള സെക്രീഷൻസ്, പ്രത്യേകിച്ചും റെസ്പിറേറ്ററി സെക്രീഷൻസ്, സലൈവ ഒക്കെ, ആ പ്രോട്ടീൻ നമുക്ക് അലർജി ഉണ്ടാക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ പെറ്റ്സിനെ ബെഡ്റൂമിൽ നിന്നെങ്കിലും ഒന്ന് മാറ്റി നിർത്താം. പിന്നെ എയർ പ്യൂരിഫയേഴ്സും ഹെപ്പ ഫിൽറ്റേഴ്സും ഉപയോഗിക്കാം. അതുപോലെ തന്നെ പിന്നുള്ളൊരു ഫാക്ടർ പൂപ്പലും, അതായത് മോൾഡ് ആൻഡ് മൈൽഡ്യൂ, നമ്മുടെ നനഞ്ഞ ഭിത്തികളിൽ അതല്ലെങ്കിൽ ഒരുപാട് ചെടികളൊക്കെ ഉള്ളിൽ വെച്ചിരിക്കുന്ന വീട്ടുകളിൽ എപ്പോഴും നനവുണ്ടെങ്കിൽ ഈ പൂപ്പൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മോൾഡും മൈൽഡ്യൂവും വളരാനുണ്ടാവുന്ന സാഹചര്യം നമ്മൾ ഒഴിവാക്കുക. പ്രത്യേകിച്ചും കിച്ചണിൻ്റെ സിങ്കിൻ്റെ അടിയിലൊക്കെ ലീക്ക് ചെയ്യുന്ന ടാപ്പുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഫിക്സ് ചെയ്യാം. പിന്നെ ബാത്റൂമിൽ ഇതേപോലെ നനഞ്ഞ ഭിത്തികളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമവും നടത്താം. പിന്നെ ആദ്യം നമ്മുടെ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ ഈ ലോഗ് വുഡ് കമ്പസ്റ്റൻ, തടി കത്തിക്കുന്നത്, വിറകടുപ്പ് കത്തിക്കുന്നതൊക്കെ അലർജി ഉള്ളവർക്ക് വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ്. പാർട്ടിക്കുലേറ്റ് മാറ്റർ ഇതിനകത്തുനിന്ന് വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. അതുകൊണ്ട് ഗ്യാസിൻ്റെ വില എത്ര കൂടിയാലും നമ്മുടെ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഈ വിറകടുപ്പ് കത്തിക്കുന്നത് തീരെ നല്ലൊരു ശീലമല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ അലർജിയുടെ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്താനാവും. ഇതോടൊപ്പം മരുന്നുകളുടെ ഉപയോഗം, അതുപോലെ തന്നെ അലർജൻ ഇമ്മ്യൂണോതെറാപ്പി, സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്ത് ഏത് സാധനത്തോടാണ് അലർജി എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഇമ്മ്യൂണോതെറാപ്പി വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റുമാണ്. അലർജി മൂലം ബുദ്ധിമുട്ടുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.